بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد علم തജ്വീദിൻ്റെ നിർവചനം, അത് പഠിക്കുന്നതിൻ്റെയും പ്രാവർത്തികമാക്കുന്നതിൻ്റെയും വിധികൾ, അത് എങ്ങനെ കരസ്ഥമാക്കാം, അതിനുള്ള രണ്ട് മാർഗങ്ങൾ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഖിറാഅത്തിൽ, തിലാവത്തിൽ, ഓത്തിൽ വരുന്ന പിഴവുകൾ. അത് ഭാഷാപരമായി നമുക്ക് നമ്മുടെ സംസാരങ്ങളിലും പലപ്പോഴും പല പിഴവുകളും സംഭവിക്കാറുണ്ട്. ഇതുപോലെ ഖുർആൻ ഓതുന്ന സമയത്തും പിഴവുകൾ വരുന്നു. മഹാന്മാരായ ഇമാമുകൾ അതിനെ രണ്ട് രൂപത്തിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഒന്ന്, ആദ്യമായി തന്നെ ഈ വരുന്ന പിഴവുകൾക്ക് തജ്വീദിൻ്റെ കിതാബുകളിൽ അല്ലെങ്കിൽ തജ്വീദിൻ്റെ ഇമാമുമാരുടെ ഇടയിൽ, ആൾക്കാരുടെ ഇടയിൽ പറയുന്നത് അൽ-ലഹ്ൻ എന്നാണ്. അൽ-ലഹ്ൻ അഥവാ പിഴവുകൾ. ലഹ്ൻ എന്ന് പറഞ്ഞാൽ അൽ-ലഹ്നു മാനാഹു അൽ-ഖതഉ, പിഴവ്, തെറ്റ് എന്നൊക്കെ, പിശക് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായും മലയാളത്തിൽ പറയുന്ന ഒരർത്ഥം. അത് വഹുവ ഇൻദ ഉലമാഇ തജ്വീദി. അങ്ങനെ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് തജ്വീദിൻ്റെ ഉലമാക്കളുടെ അടുക്കൽ അൽ ഖതഉ ഫി ഖിറാഅത്തിൽ ഖുർആനിൽ കരീം, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകളെയാണ്, അതിൽ വരുന്ന പിഴവുകളെയാണ് തജ്വീദിൻ്റെ ഉലമാക്കൾ ഖതഅ് അല്ലെങ്കിൽ ലഹ്ൻ എന്ന് പറയുന്നത്. അത് രണ്ട് വിധമാണ്. വഹുവ നൗആനി, രണ്ട് വിധമാണ്. ജലിയുൻ വ ഖഫിയുൻ. വ്യക്തമായ തെളിവ്, വ്യക്തമായ തെറ്റ്, പിഴവ്, ലഹ്ന് ജലിയ്, വ്യക്തമായ പിഴവ്, വ ഖഫിയുൻ, അവ്യക്തമായ പിഴവ്. എന്താണ് എന്നത് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ പിഴവുകളിലേക്ക് എന്തൊക്കെയാണ്, അതിനുള്ള ചില ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹുവ അൽ-ലഹ്നുൽ ജലിയു, ലഹ്ന് ജലിയ്, ഹുവ അൻ യുഖ്തിഅൽ ഖാരിഉ ബിതഗ്യീരി ഹറകത്തി ഇഅ്റാബിൻ ഔ ബിനാഇൻ ഔ ഇബ്ദാലി ഹർഫിൻ മകാന ഹർഫിൻ ഔ സിയാദത്തു ഹർഫിൻ ഔ അക്സറ ഔ ഹദ്ഫു ഹർഫിൻ ഔ അക്സറ ഔ തശ്ദീദിൽ മുഖഫഫ് ഔ തഖ്ഫീഫിൽ മുശദ്ദദി. ഖുർആൻ പാരായണം ചെയ്യുന്ന ആള് വാക്കുകളുടെ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങൾക്കുണ്ടാവുന്ന വ്യത്യാസം, അഥവാ അകാര, ഇകാര, ഉകാര ശബ്ദങ്ങൾ, അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതിനെ മാറ്റം വരുത്തുക. ഔ ഇബ്ദാൽ ഹർഫിൻ മക്കാന ഹർഫിൻ, അല്ലെങ്കിൽ ഒരു ഹർഫിനെ മറ്റൊരു ഹർഫിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഖുർആനിലുള്ള ഹർഫ് നമ്മുടെ ഉച്ചാരണത്തിലെ പിഴവ് കാരണം മറ്റൊരു ഹർഫായി മാറുക, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഹർഫുകളെ വർദ്ധിപ്പിക്കുക. ഔ സിയാദത്തു ഹർഫിൻ ഔ അക്സർ. അവിടെ ഔ സിയാദത്തു ഹർഫിൻ ഔ അക്സർ എന്നിടത്ത് കാഫിൻ്റെ മുകളിൽ 2 സുക്കൂന്
ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ആ രണ്ട് സുക്കൂന് എന്ന് പറയുന്നത് സാധാരണ രണ്ട് ഫത്ഹ് ഇട്ടാൽ തൻവീൻ, ഫത്ഹ് തൻവീൻ എന്ന പോലെ സുക്കൂന് തൻവീനല്ല, അത് അച്ചടിയിൽ വന്ന ഒരു പിഴവാണ്. ഒരു സുക്കൂൻ മാത്രം മതി. അപ്പോൾ ഔ സിയാദത്തു ഹർഫിൻ ഔ അക്സറ, ഒന്നോ അതിലധികമോ അക്ഷരങ്ങൾ വർദ്ധിപ്പിക്കുക. ഔ ഹദ്ഫു ഹർഫിൻ ഔ അക്സറ, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഹർഫുകളെ കളയുക, നഷ്ടപ്പെടുത്തുക. കൂട്ടി ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ഓതുന്ന സമയത്ത് ഒരു ഹർഫ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹർഫുകൾ നഷ്ടപ്പെടുക. ഔ തഷ്ദീദിൽ മുഖഫഫി, അല്ലെങ്കിൽ ഖുർആനിൽ ഷദ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഷദ് കൊടുക്കുക, അല്ലെങ്കിൽ ഔ തഖ്ഫീഫിൽ മുഷദ്ദദി, ഷദ് ഉള്ളതിനെ ഷദ് ഇല്ലാതെ ഓതുക. ഉദാഹരണങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ ലഹ്ന് ജലിയ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിൽ വരുന്ന ചില പ്രകടമായ പിഴവുകൾ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ അത് മനസ്സിലാകും. ആ രൂപത്തിൽ വരുന്ന പിഴവുകൾക്കാണ് ലഹ്ന് ജലിയ് എന്ന് പറയുന്നത്. ഇനി അല്പം ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അൻഅംതു ബിൽളമ്മി ബദല അൻഅംത ബിൽ ഫത്ഹി, ഫത്ഹ് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സിറാത്തല്ലദീന അൻഅംത, സൂറത്തുൽ ഫാത്തിഹയിൽ അവിടെ അൻഅംത എന്നിടത്ത് ത എന്നതിനെ ഫത്ഹിന് പകരം ലൊമ്മ് കൊടുത്ത് അൻഅംതു എന്ന് ഓതിയാൽ അത് ലഹ്ന് ജലിയാണ്, പിഴവാണ്, വ്യക്തമായ പിഴവാണ്. അതുപോലെ വ റസൂലിഹി ബിൽ ജെറി, ഇകാരം കൊണ്ട് വ റസൂലിഹി എന്ന് ലാമിന് കസ്റ് കൊടുത്ത് ഉച്ചരിക്കുക. ബദല വ റസൂലുഹു, വ റസൂലുഹു എന്നതിന് പകരം റസൂലിഹി എന്നോതുക. അവിടെ ബിർ റഫ്ഇ, റഫ് കൊണ്ടാണ് അഥവാ ലൊമ്മ് കൊണ്ടാണ് ഉള്ളത്. ജറെന്താണ് റഫ് എന്താണ് എന്നൊക്കെ ഉള്ളത് പിന്നെ നഹ്വിൻ്റെ കിതാബുകളിലാണ് പഠിക്കേണ്ടത്, അവിടുന്ന് പഠിക്കും. അപ്പോൾ റസൂലുഹു എന്നതിന് പകരം റസൂലിഹി എന്നോതുക, അൻഅംത എന്നതിന് പകരം അൻഅംതു എന്നോതുക. ഇതുപോലെ അല്ലാലീൻ ബദല അല്ലാലീൻ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഒരു ബദല എന്ന കലിമത്ത് വിട്ടുപോയിട്ടുണ്ട്. കിതാബിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ബില്ലാഹി എന്നതിന് ശേഷം ബദല അല്ലാലീൻ എന്നാണ് വേണ്ടത്, ബദല വിട്ടുപോയിട്ടുണ്ട്. അപ്പം അല്ലാലീൻ, ലാ നാവിൻ്റെ തലഭാഗത്ത് നിന്ന് വരുന്ന ലാ പറയുക. ബില്ലാദി, ബിലാഇൻ ബദല ലാദി, ലാദിന് പകരം എവിടെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്നിടത്ത് ലാദ് ആണ് പറയേണ്ടത്, ലാ അല്ല. അപ്പം ലാദിന് പകരം ലാ ആയാൽ അത് വ്യക്തമായ ഒരു പിഴവാണ്. അതുപോലെ അസ ബിസ്വാദി, അസ എന്ന് സ്വാദ് പറയുക, ബദല അസ, അസ എന്ന ബിസീനി, സീന് കൊണ്ടുള്ള അസ എന്നതിന് പകരം അസ എന്ന് പറയുക. ഇതൊക്കെ വലിയ അർത്ഥവ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം, അൻഅംത എന്ന് പറയുന്നിടത്ത് അള്ളാഹുവിനോട് നമ്മൾ പറയാണ്, അള്ളാഹുവെ നീ നിഅമത്ത് ചെയ്ത, അൻഅംത നീ നിഅമത്ത് ചെയ്ത. അവിടെ നമ്മൾ അൻഅംതു എന്നതാണെങ്കിൽ ഞാൻ നിഅമത്ത് ചെയ്ത എന്നാവും, വലിയ അർത്ഥവ്യത്യാസം വരും. ഇനി അൻഅംതി എന്നാണെങ്കിൽ ഒരു പെണ്ണിനോട് പറയാണ് നീ
നിഅമത്ത് ചെയ്ത എന്ന്. അപ്പോൾ അത്തരത്തിൽ വലിയ അർത്ഥം വരുന്ന, അതുപോലെ വറസൂലിഹി വറസൂലുഹു എന്നതിന് പകരം റസൂലിഹി ഉച്ചരിക്കുമ്പോഴും പറയുമ്പോഴും അങ്ങനെ തന്നെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറും. അവിടെ കൊടുത്തിട്ടുള്ളത് സൂറത്ത് തൗബയിലെ 3-ാമത്തെ ആയത്താണ്. അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലുഹു എന്നാണ്. അവിടെ പറയുന്നത് അല്ലാഹു തആല മുശ്രിക്കീങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായവനാണ്. ആ മുശ്രിക്കീങ്ങളെ കാര്യം അല്ലാഹു തആല ഒഴിവാക്കിയതാണ്. റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നിടത്ത് നമ്മൾ വറസൂലിഹി എന്നാണ് ഓതുന്നെങ്കിൽ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലിഹി എന്നാണ് പറയുന്നതെങ്കിൽ അല്ലാഹു തആല മുശ്രിക്കീങ്ങളെയും അവൻ്റെ റസൂലിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് പറയുക. മാദനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഒഴിവാക്കി എന്നർത്ഥം വരും. ഇത്ര വലിയ അർത്ഥം വ്യത്യാസം വരുന്നുണ്ട്. സംഭവം ഒരു ഹർക്കത്തെ മാറിയിട്ടുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അസ ബദല അസ, അസ എന്ന് പറയുന്ന സീന് കൊടുത്തുകൊണ്ടുള്ള അസ സാധാരണ ഒരു പ്രത്യാശിക്കുന്ന ഒരു കെലിമത്തിൻ്റെ കൂടെ വരുന്ന വാക്കാണ്. അതായത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അല്ലാഹു തആല അങ്ങനെ ചെയ്യും, ചെയ്തേക്കാം എന്നൊക്കെയുള്ള ഒരു രൂപത്തിൽ പറയുന്നതാണ്. ഇപ്പോൾ അസല്ലാഹു അയ്യജാല ബൈനക്കും, അല്ലാഹു തആല നിങ്ങളുടെ ഇടയിൽ ആക്കിയേക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നേരെ മറിച്ച് സാധാരണ കൊടുത്തതെങ്കിൽ അസ, വടി, അടിക്കുന്ന വടി എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അപ്പോൾ വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. ഇതുപോലെ അത്തലാഖ് ബിത്താഇ, താഉ കൊണ്ട് പറയാം, ബദല അത്തലാഖ് ബിത്താഇ, താഉ കൊണ്ട്. സൂറത്തുൽ ഗാഫിറിൽ അങ്ങനെ ഒരു കെലിമത്തുണ്ട്, യൗമത്തലാഖ്. ഖിയാമത്ത് നാളിൻ്റെ പേരാണത് യൗമത്തലാഖ് എന്ന് പറയുന്നത്. പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു ദിവസം എന്നാണ്. അത് നേരെ മറിച്ച് അവിടെ താആക്കി യൗമത്തലാഖ് എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലിയ ദിവസം, അല്ലെങ്കിൽ തലാഖ് നടക്കുന്ന ദിവസം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം വ്യത്യാസമുണ്ട്, അതിൻ്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ അവസാനം പറഞ്ഞു തഖ്ഫീഫുൽ മുശദ്ദദി, ഷദ് ഉള്ളതിനെ നേർപ്പിച്ച് പറയുക, അല്ലെങ്കിൽ ഷദ് കൊടുക്കാതെ പറയുക. ഉദാഹരണം, ഇയ്യാക നഅ്ബുദു ബിത്തഖ്ഫീഫി, ഷദ്ദില്ലാതെ, ഇയ്യാക ബദല ഇയ്യാക, ഇയ്യാക നഅ്ബുദു ബിത്തശ്ദീദ്, ഷദ്ദോട് കൂടി. ഇപ്പോൾ ഫാത്തിഹയിൽ എല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക. അവിടെ 2 ഇയ്യാക ഉണ്ട്, രണ്ടിലും യാഇന് ഷദ്ദുണ്ട്. അത് ഷദ്ദില്ലാതെ ഓതിയാൽ ഇയ്യാക എന്നാകും. അപ്പോൾ വലിയ അർത്ഥം വ്യത്യാസം വരുന്നുണ്ട്. ഇയാക്ക എന്ന് പറഞ്ഞാൽ, ഇയാക്ക് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നൊരർത്ഥം അതിന് കാണാം. അപ്പം ഇയാക്ക നഅ്ബുദു, ഞങ്ങൾ സൂര്യനാണ് ആരാധിക്കുന്നത് എന്നർത്ഥം വരും. അപ്പം ഇതുപോലെ അർത്ഥത്തിലും മറ്റൊക്കെ വ്യത്യാസം വരുന്ന വളരെ പ്രകടമായ പിഴവുകൾ, അതാണ് ശരിക്ക് അൽ ലഹ്നുൽ ജലീ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മറ്റൊരു വശം അൽ ലഹ്നുൽ ഖഫീ. ലഹ്നുൽ ഖഫീ, ലഹ്ന് ഖഫീ അവ്യക്തമായ തെളിവുകൾ. വഹാദൽ ലഹ്നു, ഈ പിഴവിന് ലഹു ദറജാത്തുൻ, പല ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ പല രൂപങ്ങളുണ്ട്. മിൻഹു മാ ഹുവ ഖഫീയുൻ, വളരെ അവ്യക്തമായി എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ലഹ്ന്, ഇത് നന്നായി തജ്വീദ് അറിയുന്ന, ഖുർആൻ്റെ ഓത്തിനെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തരം ഒരു തെറ്റ് വന്നിട്ടുള്ളൂ എന്ന് വ്യക്തമാകുന്നു.
ഇപ്പോൾ സാധാരണ കേൾക്കുന്ന ആളുകൾക്കൊന്നും ഇപ്പോൾ അതിലെ തെറ്റുകൾ പെട്ടെന്ന് വ്യക്തമാവില്ല. അങ്ങനത്തെ തെറ്റുകളാണ് ലഹ്ന് ഖഫി എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. മാഹുവ ഖഫിയ്യൻ, വളരെ അവ്യക്തമായത്. കതർക്കി ഗുന്നത്തിൻ ഔ മദ്ദിൻ, ഗുന്നത്ത് ഒഴിവാക്കുക, അതുപോലെ തന്നെ മദ് ഒഴിവാക്കുക, ഇദ്ഗാം ഒഴിവാക്കുക. ഈ മൂന്നും തജ്വീദിൻ്റെ നിയമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഗുന്നത്ത് എന്ന് പറഞ്ഞാൽ മണിക്കുക. ചില സ്ഥലങ്ങൾ, പ്രത്യേകമായ സ്ഥലങ്ങളിൽ മണിക്കണം. അത് ചില ഹർഫുകൾ കൂടിച്ചേരുമ്പോൾ മണിക്കണം. ചില ഹർഫിന് ശേഷം ഇന്ന ഹർഫ് വന്നാൽ മണിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ ശേഷം പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഉന്നത്ത് ഒഴിവാക്കുക, മണിക്കൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ മദ് ഒഴിവാക്കുക. ചില അക്ഷരങ്ങളെ പ്രത്യേക സാഹചര്യങ്ങളിൽ നീട്ടേണ്ടി വരും. അപ്പോൾ ആ നീട്ടുന്നത് ഒഴിവാക്കുക. അങ്ങനത്തത് ഇപ്പോൾ നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ തന്നെ പലപ്പോഴും പല ഉദാഹരണങ്ങളും നമുക്ക് പറയാൻ കിട്ടും. നീട്ടുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇദ്ഗാം, ചില സ്ഥലങ്ങളിൽ ചില അക്ഷരങ്ങൾക്ക് ശേഷം മറ്റൊരു അക്ഷരം വന്നാൽ ആദ്യത്തെ അക്ഷരത്തെ കേൾക്കൂല. ഉദാഹരണത്തിന് ഓരോന്നിനും ഉദാഹരണം നമുക്ക് പറയാം. ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഒഴിവാക്കുന്നത്, ഇത് ദാലിക വനഹ്വി ദാലിക, അതുപോലത്തത് ഒഴിവാക്കുന്നത്. ഇങ്ങനെ ഉള്ളത് വൽ ഖാരിഉ, അപ്പോൾ ആ ഓതുന്ന ആൾ മുഹാസബും വ മുആഖദും ബിഹി ഇദാ കാന ഖാദിറൻ അല തഅല്ലുമി വൽ ഇത്ഖാൻ. അപ്പോൾ ഇത് പഠിക്കാനും അത് നന്നാക്കി ഓതാനുമൊക്കെ സാധിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഒഴിവാക്കിയത് എങ്കിൽ അദ്ദേഹം വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അത്തരം തെറ്റുകളാണ് ലഹ്ന് ഖഫിയ്യ് എന്ന് പറയുന്നത്. ഇനി വമാഹു അഖ്ഫ കൽ ലഹ്നി, ഇനി അതിലും നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒന്നുകൂടെ അവ്യക്തമായി വമാഹു അഖ്ഫ കൽ ലഹ്നി ഫി ബാളി ദഖായിഖ് തജ്വീദി, തജ്വീദിൻ്റെ നിയമങ്ങളിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള, അത്രയും പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത തെറ്റുകൾ. കൈൻഖാസ് ദറജത്തുൽ ഗുന്നത്തി, നേരത്തെ പറഞ്ഞ ആ ഗുന്നത്തിൻ്റെ ചില ദറജകൾ, അതിൻ്റെ ചില അളവുകളുണ്ട്. ഈ അളവുകൾ കുറയ്ക്കുക. അതുപോലെ തന്നെ തഫ്ഖീം, ചില അക്ഷരങ്ങൾ വണ്ണിക്കലുണ്ട്. ആ അക്ഷരങ്ങൾക്ക് അതിൻ്റെ വണ്ണത്തിന് കുറവ് വരുത്തുക. ഹദ്ദിഹ ദഖീഖി, അപ്പോൾ ഇതിൻ്റെ വളരെ നോർമലായിട്ട് അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ വിഷയങ്ങളെ കുറയ്ക്കുക. അത് വലാ യന്തബി ഇലൈഹി ഇല്ലാ മൻ കാന മുഖ്രിഅൻ മുത്ഖിനൻ ളാബിത, ഇത് നന്നായി അറിയുന്ന, നല്ല ഓതി പരിശീലിപ്പിക്കുന്ന, ഇതിൽ നല്ല നൈപുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വകുല്ലമാ തറഖൽ ഖാരിഉ ഫീ തലബി ഹാദൽ ഇൽമി, ഈ അറിവ് ഇൽമ് നേടുന്നതിൽ എത്രത്തോളം ഓതുന്ന ആൾ ഉയരുന്നുണ്ടോ അതിനനുസരിച്ച് ഇത്തളഹത് ലഹു മിസ്ലു ഹാദിഹി ദഖായിഖി വസാറ അഖ്ദർ അല ളബ്തി വൽ ഇത്ഖാൻ. അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതും അതുപോലെ തന്നെ ഇത് ഉന്നതിയിലേക്ക് എത്തുന്നതും അനുസരിച്ച് അദ്ദേഹത്തിന് കൂടുതൽ വ്യക്തമാവുകയും അതുപോലെ തന്നെ ഈ വിഷയങ്ങളിൽ നല്ല കഴിവുള്ള നിപുണനായി മാറുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് വരുന്ന പിഴവുകളെ രണ്ടായി ഭാഗിച്ചിരിക്കുന്നു. ഒന്ന് ലഹ്ന് ജലിയ്, വളരെ സുവ്യക്തമായ, ആർക്കും കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന തെറ്റുകളാണ്. ആ തെറ്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ലഹ്നുൽ ഖഫിയ്യു, ഇത് നന്നായി ഓതാൻ അറിയുന്ന, ഇതിൻ്റെ നിയമങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രം വ്യക്തമാകുന്ന തെറ്റുകളാണ്. ഇൻഷാ അല്ലാഹ് ഇത് കൂടുതൽ പഠിച്ച് നല്ല നിലയിൽ ഖുർആൻ ഓതി മുന്നോട്ട് പോവുക. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഇനി അടുത്തൊരു വിഷയം മറാത്തിബുൽ ഖിറാഅത്തി. ഖിറാഅത്തിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ലെവലുകൾ. ഖിറാഅത്ത് 3 ലെവലുകളായിട്ടാണ്, 3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 3 രൂപം ആയിട്ട് ഓതും. അത് പറയുന്നു ലിൽ ഖിറാഅത്തി സലാസു മറാത്തിബ. ഖുർആൻ ഓതുന്നതിന് 3 മർത്തബകൾ, 3 പടികൾ ഉണ്ട്. ഒന്ന് അത്തർത്തീൽ. തർത്തീൽ എന്നതാണ്. അതെന്താണ് എന്നത് ഒന്ന് വായിച്ച് വിശദീകരിക്കാം. ഹുവൽ ഇത്തിയാനു ബിൽ ഖിറാഅത്തി ബിഅഅലാ ദറജാത്തിൽ ഇത്ഖാനി ബിതുഅദത്തിൻ വതുമഅനീനത്തിൻ വതമഹുലിൻ മഅ തദബ്ബുരിൽ മആനി വമുറാഅത്തിൽ അഹ്കാം. അർത്ഥം ചിന്തിച്ച് നിയമങ്ങൾ പാലിച്ച് വളരെ സാവധാനം ഒതുക്കത്തോടു കൂടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുക, വളരെ സാവധാനം ഓതുക. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നീട്ടാനുള്ളിടത്ത് നീട്ടി, ഉന്നത്തുള്ളിടത്ത് മണിച്ച്, ഇദ്ഗാം ചെയ്യേണ്ടിടത്ത് ഇദ്ഗാം ചെയ്ത്, അങ്ങനെ തജ്വീദിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ച് വളരെ സാവധാനം അർത്ഥം ചിന്തിച്ചുകൊണ്ട്, അർത്ഥവും ചിന്തിച്ച് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ച് സാവധാനം ഒതുക്കത്തോടു കൂടി ഓതുന്നതാണ് അത്തർത്തീൽ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ ഘട്ടം. വഹാദിഹിൽ മർത്തബ. ഈ മർത്തബക്ക് തുസമ്മ തഹ്ഖീഖൻ, തഹ്ഖീഖ് എന്നും പേരുണ്ട്. ഹൈസു തക്കൂനു ഫി ഹാലത്തി തഅല്ലുമി വതഅലീം. അതായത് പഠിക്കാനോ പഠിപ്പിക്കാനോ വേണ്ടിയാണ് ഇങ്ങനെ ഓതുന്നതെങ്കിൽ, അഥവാ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ഓതുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ച് അത് അർത്ഥവും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിൽ ആ ഓത്തിന് തഹ്ഖീഖ് എന്ന് പറയും. അങ്ങനെ പഠിക്കാനോ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഓത്തിന് തർത്തീൽ എന്ന് പറയും. രണ്ടാമത്തേത് അൽ ഹദർ. അൽ ഹദർ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്, ഒരു രൂപമാണ്. ഹുവൽ ഖിറാഅത്തു സരിഅഹ് അല്ലതി യുഅദ്ദിഹ അൽ ഖാരി മിൻ ഗൈരി ഇഖ്ലാലിൻ ബിൽ ഹുറൂഫി വമഖാരിജിഹാ വസിഫാത്തിഹാ. മഖ്റജിനോ സിഫത്തിനോ ഒരു കേടും പറ്റാതെ, അഥവാ തജ്വീദിൻ്റെ നിയമങ്ങൾക്ക് കേട് പറ്റാതെ ഖുർആൻ ഓതുന്ന ആൾ സ്പീഡിൽ ഓതുക. അങ്ങനെ ഓതുന്നതിനാണ് ഹദർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ നല്ല സ്പീഡിൽ ഇങ്ങനെ ഓതിപ്പോവുകയാണ്, ഖുർആൻ ഓതുകയാണ്. അങ്ങനെ ഓതുമ്പം തജ്വീദിൻ്റെ നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഹർഫുകളുടെ മഖ്റജിനോ സിഫത്തിനോ ഒന്നും കേട് പറ്റാത്ത രൂപത്തിൽ, അതിനൊന്നും പ്രയാസമില്ലാത്ത രൂപത്തിൽ നല്ല നിലയിൽ സ്പീഡിൽ ഓതുന്നതിനാണ് ഹദർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം ഹുവൽ തദ്വീർ. തദ്വീർ എന്നാണ്. ഹുവൽ ഇത്തിയാനു ബിൽ ഖിറാഅത്തി മുതവസ്സിതതൻ ബൈന തഹ്ഖീഖ് വൽ ഹദർ മഅൽ മുഹാഫളത്തി അലാ ഖവാഇദ് തജ്വീദ്. തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ, അത് സൂക്ഷിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ തഹ്ഖീഖിൻ്റെയും അല്ലെങ്കിൽ തർത്തീലിൻ്റെയും ഹദറിൻ്റെയും മുകളിൽ പറഞ്ഞ 2 ഘട്ടങ്ങളുടെയും ഇടയിലുള്ള ഒരു രൂപത്തിൽ ഓതുക. എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പീഡിൽ അല്ല, തീരെ സാവധാനവുമല്ല, ആ ഒരു നിലയിൽ, മധ്യനിലയിൽ
ഖുർആൻ ഓതുന്നതിനാണ് അത്തദ്വീർ എന്ന് പറയുന്നത്. അപ്പം ഈ 3 രൂപം, ഒന്നാമത്തെ രൂപം അത്തർത്തീൽ അല്ലെങ്കിൽ അത്തഹ്ഖീഖ്, രണ്ടാമത്തെ രൂപം അൽ ഹദർ, മൂന്നാമത്തെ രൂപം അത്തദ്വീർ. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയംബഗി അലൽ ഖാരിഇ ബിഅയ്യിൻ മിൻ ഹാദിഹിൽ മറാത്തിബി സലാസ്, ഈ 3 മർത്തബകളിൽ നിന്ന്, 3 ലെവലിൽ നിന്ന് ഏത് തന്നെയാണ് ഓതുന്നത് എങ്കിലും അൻ തകൂന ഖിറാഅത്തുഹു ബിത്തർത്തീൽ ബിൽ മാനൽ ആം, ഒരു പൊതുവായ ഒരു അർത്ഥമുണ്ട്. അത്തർത്തീൽ എന്ന് പറയുന്ന ആ തർത്തീലിന് പൊതുവായ ഒരു അർത്ഥമുണ്ട്. അഥവാ തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫ്, ഹർഫുകൾ നന്നാക്കി തജ്വീദ് അനുസരിച്ച് ഓതുക, അതുപോലെ തന്നെ എവിടെയൊക്കെ നിർത്തണം എന്നുള്ളതിനെക്കുറിച്ചും അറിയുക. അങ്ങനെ വഖഫുകളെക്കുറിച്ചും ഹർഫുകളുടെ തജ്വീദും ഒക്കെ നന്നാക്കുക എന്ന ഒരു പൊതുവായ ഒരു അർത്ഥം തർത്തീലിനുണ്ട്. മുകളിൽ പറഞ്ഞ ആ തർത്തീൽ എന്ന ഒരു ഘട്ടം അല്ലാതെ തന്നെ അങ്ങനത്തെ ആ ഒരു പൊതുവായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടതായിരിക്കണം ഈ 3 തരത്തിലുള്ള ഖിറാഅത്തും. അല്ലാതെ തോന്നിയതുപോലെ തജ്വീദ് അനുസരിക്കാതെ ഹർഫുകൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് എവിടെയൊക്കെയോ കൊണ്ടുപോയി നിർത്തി, അങ്ങനെ എവിടുന്നൊക്കെയോ എടുത്തു തുടങ്ങി ഇങ്ങനെയൊക്കെ ഓതുന്നത് ഒരിക്കലും ഈ 3 ഖിറാഅത്തിലും പെടുകയില്ല. മാത്രമല്ല, ഈ 3 ഖിറാഅത്തിലും പെടാത്തത് അംഗീകരിക്കാനും കഴിയില്ല. അതാണ്. ഇനി അടിയിലൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ആരോ മാർക്കിട്ടിട്ട് കൊടുത്തത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവിടെ സൈഡിൽ അത്തർത്തീൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ തർത്തീൽ എന്ന് പറയുന്നത് പൊതുവായ അർത്ഥത്തിൽ നമ്മൾ അവസാനത്തിൽ പറഞ്ഞ ഈ മഅരിഫത്തുൽ വുഖൂഫും തജ്വീദുൽ ഹുറൂഫും ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു പൊതുവായ അർത്ഥത്തിൽ പറഞ്ഞ തർത്തീലാണ്. അതുകൊണ്ടാണ് ഒരു ഭാഗത്തേക്ക് തജ്വീദുൽ ഹുറൂഫ് കൊടുത്തു, പിന്നെ മഅരിഫത്തുൽ വുഖൂഫ് പുറത്തും കൊടുത്തു. ഇനി തജ്വീദുൽ ഹുറൂഫ് എന്താണ്? ആദ്യം കൊടുത്തിരിക്കുന്നത് 2 ഭാഗം, ഹഖുൽ ഹുറൂഫ്, മറ്റൊന്ന് മുസ്തഹഖുൽ ഹുറൂഫ്. ഇത് രണ്ടുമാണ് തജ്വീദിൻ്റെ നിർവചനം. അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹഖുൽ ഹുറൂഫ് എന്തൊക്കെയാണ്? അതും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹഖുൽ ഹുറൂഫ് 2 മഖാരിജുൽ ഹുറൂഫും അതുപോലെ തന്നെ സിഫാത്തുൽ ഹുറൂഫ് ദാത്തിയ, ഹർഫുകൾ പുറപ്പെടുന്ന സ്ഥലവും അതുപോലെ ഹർഫുകളുടെ അടിസ്ഥാനപരമായ സ്വഭാവ വിശേഷണങ്ങളും. ഇതാണ് ഹഖുൽ ഹുറൂഫ്. ഇനി മുസ്തഹഖുൽ ഹുറൂഫ്. മുസ്തഹഖുൽ ഹുറൂഫ് എന്ന് പറയുന്നത് സിഫാത്തുൽ ഹുറൂഫിൽ ആരിളത്തി ബിസബ്ബബി തർക്കീബ്, ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചില കൂടിച്ചേരലുകൾ കൊണ്ട് ഒക്കെ വരുന്ന, പുതുതായി ഉണ്ടായി വരുന്ന വിശേഷണങ്ങളാണ് മുസ്തഹഖുൽ ഹുറൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി നന്നായി ശ്രദ്ധിച്ച് ഓതുക. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.